ശ്രീ യുവരാജ്, തീർച്ചയായും ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിനോ നിലപാടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ശിക്ഷിക്കപ്പെട്ട ആളിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഉള്ളതാണ്. അത് തള്ളിക്കളയുന്നില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന എന്നതും ശരിയല്ല എന്നറിയാം. പക്ഷേ അപ്പോഴും വേണുഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു കോൺസുലിനെ തന്നെ നിയമിക്കുന്നുവെങ്കിൽ അവിടെ കൃത്യമായി കേന്ദ്രത്തിന് സാധ്യമാകുന്നതെല്ലാം ചെയ്തു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ തന്നെ രൺദീപ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് രാഷ്ട്രങ്ങൾ, ഒരു വ്യക്തിക്ക് വേണ്ടി രണ്ട് രാഷ്ട്രങ്ങളെ, വിദേശ രാഷ്ട്രങ്ങളെ മാത്രമല്ല സൗഹൃദ രാഷ്ട്രങ്ങളെ അതിൽ ഇടപെടുത്തും എന്ന് കൂടി പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം എന്ന് തന്നെയല്ലേ ഈ ഘട്ടത്തിലും നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അഭിലാഷം, നമുക്ക് പ്രതീക്ഷിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യ വ്യവസ്ഥിതി പരിപൂർണമായി നിലനിൽക്കുന്ന കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 100% നമുക്ക് അതിനകത്ത് പ്രതീക്ഷ അർപ്പിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ ഇടപെടലുകൾ അതിനകത്ത് ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവരോട് സൗഹൃദമുള്ള രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളെ സമീപിക്കുക, ആ രാജ്യങ്ങളുടെ ആൾക്കാരെ കൊണ്ട് അവരോട് സംസാരിപ്പിക്കുക, അങ്ങനെ അത് മാത്രമായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോ വിദേശകാര്യ വകുപ്പ് പലതവണയായിട്ട് പറഞ്ഞത് എന്താണ്, ഏറ്റവും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി അല്ലാത്ത മാർഗങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരിക്കലും അവർക്ക് ഒരു പബ്ലിക് ഡൊമൈനിൽ വന്ന് പറയുവാൻ പറ്റാത്ത കാര്യങ്ങൾ വരെയും അവര് ബാക്ക് ചാനൽ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും, പലതരത്തിലുള്ള ഇടപെടലുകൾ അവരുടെ നടത്തുന്നുമുണ്ടാകും. അപ്പോൾ എല്ലാ കാര്യവും ഒന്നും വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ ഇറങ്ങി വന്ന് പറയുവാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അവർക്ക് സാധ്യമാകുന്ന വഴിയിൽ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവരെല്ലാ പോസിബിൾ വഴിയും അതിനു വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത്. ശ്രീ മജീദ്, ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഭരണകൂടത്തിന് അത്തരത്തിലെ ഒരു വിഷയത്തെ മതവുമായി ചേർത്തുകൊണ്ടാണ് ഒരു ഇടപെടൽ നടത്തിയത്. അങ്ങനെയൊക്കെ പബ്ലിക്കിന് മുന്നിൽ പറയുക എന്നത് പ്രയാസകരമായിരിക്കും. പല ദൗത്യങ്ങളും വിദേശകാര്യ മന്ത്രാലയം അത്തരത്തിലൊക്കെ മൂടി വെച്ചുകൊണ്ടാണ് നടത്തുക. പക്ഷേ അവിടെ വർക്ക് കൃത്യമായി നടക്കുന്നുണ്ടാകാം. ഇവിടെ വേണുഗോപാൽ സാർ സൂചിപ്പിക്കുന്ന പോലെ ഈ വിഷയത്തിൽ ഈ മതം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി നിലനിൽക്കുന്നു. അത് താങ്കൾക്കും അറിയാം, പൊതുസമൂഹത്തിനും ഇപ്പോൾ അതിനെ സംബന്ധിച്ച് ധാരണയുണ്ട്. അവിടെ ഒരു ഇളവ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അങ്ങനെയൊന്നിലേക്ക് ആ കുടുംബത്തെ എത്തിക്കാൻ കാന്തപുരത്തെ പോലെയുള്ളവരുടെ ഇടപെടലിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് അതിന് ഫലം കണ്ട സ്ഥിതിക്ക് അതിന് സാധിക്കുമെന്ന് തന്നെയാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാലം ഇതിനൊരു ഒരു യാതൊരു വിധത്തിലുള്ള ഒരു പുരോഗതിയും മുന്നോട്ട് വരാത്ത ഒരു സന്ദർഭത്തിൽ ഒരു പ്രൈമറി സ്റ്റേജ് എന്നുള്ള നിലയിലെങ്കിലും വധശിക്ഷയുടെ സമയം അല്പം ദീർഘിപ്പിച്ച് കിട്ടുക അല്ലെങ്കിൽ മരവിപ്പിച്ച് കിട്ടുക എന്നതിലേക്ക് എത്തിപ്പെട്ട ഒരു സാഹചര്യം നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണല്ലോ. ആ നിലക്ക് ആ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ട് തന്നെ അതിന്റെ തുടർകാല ചർച്ചകളും ഈ രൂപത്തിൽ തന്നെ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെ ശുഭപ്രതീക്ഷയിലാണ് നമ്മളൊക്കെ നിൽക്കേണ്ടത്. അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അതിന് ബലം നൽകുന്ന രീതിയിൽ മറ്റു പല ഏജൻസികളിലൂടെയും അവിടെ ഇവരുമായി ബന്ധപ്പെട്ട ഈ കുടുംബങ്ങളുമായും ഗോത്രവർഗങ്ങളുമായും ഒക്കെ മറ്റും പല മീഡിയകളിലൂടെയും അതിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സാധ്യതകൾ വ്യത്യസ്ത കോണുകളിലൂടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായി വന്നുകൂടുന്ന ഒരുപാട് സാധ്യതകൾ ഉണ്ടാവും. ആ അപ്രതീക്ഷിത സാധ്യതയെ കുറിച്ചാണല്ലോ ഇത്രയും കാലം ലഭ്യമാകാതിരുന്ന ഒരു ആക്സസ് കാന്തപുരം ഉസ്താദിലൂടെ ലഭ്യമായി എന്ന് സുഭാഷ് സാർ നമ്മളോട് പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞു. അതുപോലെ മറ്റും പല മീഡിയേറ്റർ വഴിയോ അല്ലെങ്കിലൊക്കെ സാധ്യത ഉണ്ടാകുമായിരിക്കും. അത് കണ്ടെത്തി ഉപയോഗപ്പെടുത്താനുള്ള ഒരു സന്ദർഭം ഉണ്ടാവുക എന്നതാണ്. അതിപ്പോ ഗവൺമെന്റ് ആയാലും വ്യക്തികളായാലും നമ്മളെ ആക്ഷൻ കൗൺസിലുകളായാലും ഒക്കെ ഏത് സാധ്യതകളെയും അവർക്ക് ഉപയോഗപ്പെടുത്താം. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രശ്നം എന്ന നിലയിൽ, ഒരു മാനുഷിക പരിഗണനയുടെ ഭാഗം എന്നുള്ള നിലയിൽ നമുക്ക് ഇതിന്റെയൊക്കെ സാധ്യതകൾ ഏതുമാകാം. പക്ഷെ ഇപ്പോഴും കാന്തപുരം ഉസ്താദിന്റെ ഈ ഇടപെടലിന്റെ സാധ്യതകൾ ഒട്ടും മങ്ങിയിട്ടില്ല. കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ശുഭപ്രത്യാശയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. നമുക്കെല്ലാവർക്കും അങ്ങനെ പ്രത്യാശിക്കാം. നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രീ മിഥുൻ, പൊതുവിൽ പല അവകാശവാദങ്ങളുമായി പലരും രംഗത്തെത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയാൽ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി ശ്രമിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട് എന്നത് വസ്തുതയാണ്. അത്
പലതരത്തിൽ ആണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വലിയ ശതമാനം ആളുകളും സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഫലം കാണും ഒരല്പം വൈകിയെങ്കിലും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെയല്ലേ മിഥുൻ? തീർച്ചയായും. ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ചയിലൂടെ ആയിരിക്കും കേരള സമൂഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവുക സാമുവൽ ജെറോമിനെ പോലുള്ള ആളുകൾ ഇതിന്റെ ഈ ഒരു ക്യാമ്പയിന്റെ ഫേസ് അല്ല എന്ന കാര്യം. കാരണം ഇതുവരെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇദ്ദേഹമാണ് ഇതിന്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ എന്ന്. ഞാൻ പല നാഷണൽ മീഡിയ നോക്കുമ്പോഴൊക്കെ അതിൽ സാമുവൽ ജെറോമിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സണായും ഈ കൗൺസിലിന്റെ ഭാഗമായിട്ട് അവരൊക്കെ കോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വാക്കിനാണ് ഭയങ്കര ആധികാരികതയോട് കൂടെ എടുത്തുകൊണ്ടിരുന്നത്. അല്ല, അതിന്റെ കാരണം സുഭാഷ് ചന്ദ്രൻ പറഞ്ഞതാണ്. കാരണം ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മീഡിയേറ്റർ എന്നോ അല്ലെങ്കിൽ ബന്ധപ്പെടാവുന്നേക്കാൾ അദ്ദേഹമായിരുന്നു. അതെ, അവരുടെ ആ ലിമിറ്റേഷൻസിനെ ഇദ്ദേഹം ഭയങ്കരമായി എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇങ്ങനെയുള്ള നമ്മൾ ഈ ഒരു റിലീജിയസ് ഡിപ്ലോമസിയുടെ ആംഗിൾ നമ്മൾ ഒരു പക്ഷേ മുന്നേ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഈ അവസാന സ്റ്റേജിൽ എത്തിയിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നത്. കാരണം യമനെ സംബന്ധിച്ച് അവിടെ രണ്ട് എന്താ പറയുക ഗവർണൻസ് മോഡലാണ്. ഒന്ന് ഈ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ ചെയർമാനായിരിക്കുന്ന റഷാദ് അലീമിയുടെ കീഴിലും, മറ്റൊന്ന് മഹദി അൽ മസദ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ, അത് ഹൂത്തികളുടെ ഒരു എന്താ പറയുക ലീഡർഷിപ്പാണ്. അപ്പൊ ഈ രണ്ട് ലീഡർഷിപ്പുമായിട്ട് നമുക്ക് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലായിട്ട് മാത്രമേ നമുക്ക് ഡിപ്ലോമാറ്റിക് ചാനൽ ഇന്ററാക്ഷൻ നടത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ കീഴിൽ വരുന്ന ഈ സ്ഥലങ്ങളൊന്നും ഈ എന്താ പറയുക ഇപ്പൊ നിമിഷ ഉള്ള ജയിലാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ട്രയൽ കോടതിയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂഷൻ അപ്രൂവൽ വരെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലിന്റെ കീഴിലായിരുന്നില്ല. അപ്പൊ നമുക്ക് ഡിപ്ലോമാറ്റിക് ലെവൽ ഇന്റർവെൻഷൻ അവിടെ വളരെ എന്താ പറയുക വളരെ ചാൻസസ് വളരെ മിനിമൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക റിലീജിയസ് ഡിപ്ലോമസിയുടെ ആംഗിൾ ഒരു പക്ഷേ ഇതിനു മുമ്പേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കില്ലായിരുന്നു. പിന്നെ ഇതിൽ പലരും പറഞ്ഞത് എന്താ പറയുക അവർ തെറ്റ് ചെയ്തില്ലേ, ആ ഒരു ആംഗിൾ എനിക്ക് ആദ്യത്തെ റൗണ്ടിൽ കവർ ചെയ്യാൻ പറ്റിയില്ല. അവര് തെറ്റ് ചെയ്ത ആളല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് ശിക്ഷ ലഭിക്കണം എന്ന ആംഗിളിൽ സംസാരിക്കുന്നവരുണ്ട്. നമുക്ക് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർക്കാരിന് കീഴിലുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റം ആയിരുന്നു ഈ ട്രയൽ നടത്തിയെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ആ വാദത്തോട് യോജിക്കാം. ഇവിടെ ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഒബ്സർവേഴ്സ് ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഒരു ആക്സസും ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അംനസ്റ്റിയുടെ പോസ്റ്റ് പോലും ഈ കഴിഞ്ഞ ദിവസം ഈ എക്സിക്യൂഷന്റെ 2 ദിവസം മുന്നെയാണ് അംനസ്റ്റി പോലും അതിനെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത്. നമ്മൾ ഈ മയൂരൻ സുകുമാരന്റെ ഒക്കെ വിഷയം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അംനസ്റ്റിക്ക് വലിയ ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. പക്ഷേ നിമിഷപ്രിയക്ക് അങ്ങനത്തെ ഒരു ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു ഈ ഒരു വിഷയത്തിൽ. ഇപ്പോഴാണ് ഒരു സോഷ്യൽ മീഡിയ ഡിസ്കഷന് പോലും ഇത് വലിയ രീതിയിൽ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ സർവീസോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെന്റേഷനോ കൗൺസിലർ ആക്സസോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിമിഷം ഉള്ളത്. അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ സെന്റിമെന്റ് നിമിഷയോടൊപ്പം, അല്ലാതെ തലാലിന്റെ കുടുംബത്തോട് നമുക്ക് ഒരു സെന്റിമെന്റ് ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പം ഈ വിഷയത്തിൽ ഒരു എന്താ പറയുക ഒരു കലക്റ്റീവ് എഫേർട്ടോടെ വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. അല്ലാതെ ഇതിൽ പറഞ്ഞ പോലെ ക്രെഡിറ്റ് വാർ ഒഴിവാക്കുക. തീർച്ചയായും. എന്തായാലും നിമിഷയുടെ വിചാരണ ഘട്ടത്തിലടക്കം കൃത്യമായ ഒരു ട്രാൻസ്ലേറ്ററെ പോലും കിട്ടിയെന്ന സംശയമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. സുഭാഷ് ചന്ദ്രൻ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വളരെ പെട്ടെന്ന് 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അഭിലാഷ്, നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ബ്രേക്കിംഗ് മറ്റൊരു ചാനലിൽ വരുന്നത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇപ്പോ ഈ പറയുന്ന തലാലിന്റെ സഹോദരന്റെ ശബ്ദ സന്ദേശം പുറത്ത് നീതി നടപ്പാക്കണം എന്നാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഈ ശബ്ദ സന്ദേശം പുറത്തു വിട്ടത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇവർ നിൽക്കുന്നത് എവിടെയാണ് എന്ന് അവർ തന്നെ കാണിച്ചു തരികയാണ്. ആ ചാനൽ തന്നെ ബ്രേക്കിങ്ങിനകത്ത് എഴുതി കാണിക്കുന്നത് ഈ ശബ്ദ സന്ദേശം പുറത്തു വിട്ടത് അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്നാണ്. അപ്പൊ സ്വാഭാവികമായും ഇവർ നിൽക്കുന്നത് നിമിഷയ്ക്ക് നീതി നൽകാൻ വേണ്ടിയല്ല, നിമിഷയെ രക്ഷിക്കാൻ വേണ്ടിയല്ല എന്ന് അവർ തന്നെ ഓരോ ദിവസവും സ്വയം തുറന്നു കാണിക്കുകയാണെന്നുള്ള ഒരു കാര്യം കൂടി ഈ ചർച്ചയുടെ കൺക്ലൂഡിംഗ് ആയിട്ട് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. യെസ്, എന്തായാലും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളോടും പറയാനുള്ളത്, നിമിഷപ്രിയ മറ്റൊരു രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മുടെ സഹോദരിയാണ്. അവിടെ തെറ്റ് ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നവരോട് ആ തെറ്റിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. ആരും ആ തെറ്റിനെ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഓർക്കുക, നിങ്ങൾ വിഷയത്തെക്കുറിച്ചറിയാതെ ചെയ്യുന്ന കമൻറ്റുകൾ, അത് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ എന്തിൻ്റെ പേരിലുമാകട്ടെ, അത് ആ മോചനത്തിനുള്ള വഴി അടയ്ക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് തലാലിൻ്റെ കുടുംബത്തോട് നമുക്ക് ക്ഷമിക്കൂ എന്ന് പറയാനേ സാധിക്കൂ. അവരെ പ്രകോപിതരാക്കുകയല്ല ചെയ്യേണ്ടത്. അത്തരം കമൻറ്റുകൾ കഴിയുന്നത്ര ഒഴിവാക്കുക, അതിൽ ഇടപെടാതിരിക്കുക. നമുക്കെല്ലാവർക്കും അവരോട് അപേക്ഷിക്കുക എന്നതാണ് സാധ്യമാകുന്ന വഴി. അതുമാത്രമേ പ്രേക്ഷകർ സ്വീകരിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഡിബേറ്റ് അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി.